എൻ്റെ പേര് സിബി ഷിജോ. ഞാൻ കൊല്ലം കേരളപുരം മേരറാണി ദേവാലയത്തിൽ നിന്ന് വരുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും എന്നെ ഇവിടെ സാക്ഷിയാക്കി നിർത്തിയതിന് കോടാനുകൂടി നന്ദിയുടെ നറുമലരുകൾ ഞാൻ ഈ സമയം അർപ്പിക്കുന്നു. ഫസ്റ്റ് ഞാൻ 16/2024 ജൂലൈ മാസത്തിലാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ജോലിയുടെ ആവശ്യത്തിന് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞാൻ മാതാവിനോട് വെച്ച നിയോഗം എനിക്ക് സാധിച്ചു തരികയും ഞാനിവിടെ സാക്ഷ്യം പറയുകയും ചെയ്തു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഇന്ന് ഞാൻ എനിക്ക് ജോലി തന്ന ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞാനൊരു 2025 വരെ ഉടമ്പടി പുതുക്കി പോയെങ്കിലും ഒരിക്കലും എൻ്റെ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ മാതാവിനോട് ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് ജോലിയില്ലാത്തത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ചോദ്യചിഹ്നമായിട്ടും മറ്റുള്ളവർ എന്നോട് അതിനെപ്പറ്റി എപ്പോഴും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ആദ്യമൊക്കെ എനിക്കത്ര വലിയ വേദന തോന്നിയില്ലെങ്കിൽ പോലും പിന്നീട് ഭയങ്കര വേദനയായി. ഞാൻ മാതാവിനോട് 2025 നവംബർ 11 ഉടമ്പടി പുതുക്കിയപ്പം ഒരു നിയോഗം മാതാവിൻ്റെ മുന്നിൽ ഞാനൊരു നിയോഗം പോലെ മാത്രമേ ഞാൻ അന്നത് വെച്ചുള്ളൂ. എനിക്ക് വിദേശത്ത് പോകണം, എവിടെ പോകണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ ആരെ ഒന്നും ഞാൻ അതിനകത്ത് വെച്ചില്ല. എനിക്ക് വിദേശത്ത് പോകണം, എല്ലാം അമ്മ തന്നെ ഒരുക്കി തരണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. 2025 നവംബർ 11 ഞാൻ ഉടമ്പടി പുതുക്കി ഇവിടുന്ന് പോയി. ഏകദേശം ഒരു ഡിസംബർ പകുതിയോടുകൂടി എനിക്ക് അമ്മ എല്ലാത്തിനും തുടക്കം കുറിക്കുകയായിരുന്നു. മാതാവ് വഴി അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ആദ്യം ആഗ്രഹിച്ച് ഇസ്രയേലിൽ പോകാൻ വേണ്ടിയായിരുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ മാതാവിൻ്റെ മുന്നിൽ ബൈബിളിനകത്ത് നറുക്കിട്ട് ചോദിച്ചു, ഇറ്റലി, ഇസ്രയേൽ അല്ലെങ്കിൽ ദുബായ്. മാതാവ് എനിക്ക് ആവർത്തിച്ച് കാണിച്ചു തന്നത് ഇറ്റലി ആയിരുന്നു. പക്ഷേ ആദ്യമൊക്കെ ഞാൻ നിഷേധിച്ചു, എനിക്ക് വേണ്ട, എനിക്ക് ഇസ്രയേലിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും അതിൻ്റെ പ്രൊസീജിയറിന് വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ മാതാവിനോട് ഒരു ഏജൻറ്റിനെ കാണിച്ചു തരാൻ ഞാൻ ആവശ്യപ്പെടുന്നത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ കാര്യവും നല്ലതുപോലെ നടത്തി തരുന്ന നല്ലൊരു ഏജൻറ്റിനെ എൻ്റെ ഒരു കസിൻ വഴി എനിക്ക് കാണിച്ചു തന്നു. ആ ആൻറ്റി പ്രാർത്ഥനയിലുള്ളൊരു ഇവിടെ ഉടമ്പടി എടുത്തൊരു ആൻറ്റിയാണെന്ന് ഞാൻ പിന്നാണ് അറിയുന്നത്. ഉടമ്പടി എടുത്ത പ്രാർത്ഥന ജീവിതത്തിൽ നയിക്കുന്ന ഒരു ആൻറ്റിയാണെന്ന് ഞാൻ പിന്നാണ് അറിഞ്ഞത്. ആൻറ്റി എനിക്ക് ഒരു ജനുവരി ആയപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം പ്രിപ്പറേഷൻ ചെയ്യണം, നമുക്ക് നിനക്ക് എവിടെ പോകണമെന്ന് വീണ്ടും എന്നോട് ചോദിച്ചു. അന്നേരം ഞാൻ വീണ്ടും ഇസ്രയേൽ വെച്ചു. അന്നേരം ഡോക്യുമെൻ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞു, ഇസ്രയേലിലേക്ക് സബ്മിറ്റ് ചെയ്യാനിരിക്കെ പെട്ടെന്ന് യുദ്ധം ഉണ്ടായപ്പം ആൻറ്റി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ ഇസ്രയേലിൽ പോവണ്ട. എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇസ്രയേലിൽ നീ പോവണ്ട, നീ ഇറ്റലിയിൽ പോയാൽ മതി. ഇറ്റലിയിൽ പോയാൽ നിനക്ക് നിൻ്റെ ഫാമിലിയെയും കൊണ്ടുപോകാം, വരും കാലങ്ങളിൽ നീ ഇറ്റലിയിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. നേരെ ഞാൻ ഹസ്ബൻഡിനോടും അമ്മയോടും എല്ലാവരോടും മാതാപിതാക്കളോടെല്ലാം അനുവാദം മേടിച്ചും ഫസ്റ്റ് മാതാവിനോടും ചോദിച്ചു, ഇത് നിൻ്റെ ഹിതമാണെങ്കിൽ ഇതിൻ്റെ എല്ലാ പൂർത്തീകരണം അമ്മ തന്നെ നടത്തി തരാൻ പറഞ്ഞ് ഞാൻ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ മാർച്ച് ആദ്യത്തോടു കൂടി ഡോക്യുമെൻ്റ് എല്ലാം VFCയിൽ സബ്മിറ്റ് ചെയ്ത് എനിക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോയി. ഒരു മാർച്ച് 23 അപ്പോയിൻമെൻറ്റിൻ്റെ ഒന്നും ഞാൻ അറിഞ്ഞില്ല. അന്നേരം ഞാനിങ്ങനെ രാവിലെ ഭയങ്കരമായിട്ട് ഒരു യാത്രയിൽ ഞാൻ ജപമാല ചൊല്ലി ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മാതാവിനോട് ചോദിച്ചു, ഇത്രയും ദിവസമായിട്ട് അപ്പോയിൻമെൻറ്റിൻ്റെ ഡേറ്റ് എനിക്ക് എന്താ നീ തരാത്തതെന്ന് ചോദിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു 12 മണിയോടുകൂടി ആ ദിവസം തന്നെ എനിക്ക് മാതാവ് ഉത്തരം തന്നു. മാർച്ച് ആൻറ്റി എന്നെ വിളിക്കുന്നു, മാർച്ച് 26 നിനക്ക് അപ്പോയിൻമെൻറ്റ് വന്നിട്ടുണ്ട്, നാളെ തന്നെ അല്ലെങ്കിൽ മറ്റന്നാൾ നീ ഇവിടുന്ന് പോകണം. മൊബൈലാണ് VFC ഇൻ്റർവ്യൂ, വിസ സബ്മിഷൻ, പാസ്പോർട്ട് സബ്മിഷനും കാര്യങ്ങളും എന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ ഷോക്കായിരുന്നു. എല്ലാം പെട്ടെന്നാണ് സംഭവിച്ചത്. ഞാൻ ചോദിച്ചതും എനിക്ക് ഉത്തരം തന്നതും നിമിഷങ്ങൾക്കാവുകയാണ്. ഞാൻ ആദ്യമൊക്കെ എന്ത് ചെയ്യണമെന്ന് ഇരുന്ന് കരഞ്ഞ്. എന്നിട്ട് ഞാൻ മാതാവിനോട് ചോദിച്ചു, എനിക്കിതിന് യോഗ്യതയുണ്ടോ? ഞാൻ ചോദിക്കുമ്പോൾ നീ ഇത്രയും പെട്ടെന്ന് എനിക്ക് ഉത്തരം തന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് ചോദിച്ച് ഞാൻ കരയുകയാണ്. ബസ്സിൽ ഞാൻ യാത്ര ചെയ്യുകയാണ് ആ സമയത്ത്. അന്നേരവും ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ 26 മുംബൈയിലെത്തി.
മൊബൈൽ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ രാവിലത്തെ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെത് കൂടിയിട്ടാണ് ഞാൻ പോകുന്നത്. 7:30 എനിക്ക് അവിടെ നിൽക്കണം. ഞാൻ കയറുന്നതിന് മുന്നേ മാതാവിൻ്റെ എണ്ണ, ഞാൻ യാത്രകളിലെ ഉടനീളം ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപമുള്ള ജപമാലയും ഉണ്ടാകും, എൻ്റെ നെറ്റിയിൽ എണ്ണയും ഉണ്ടാകും. ഞാൻ പൊട്ട് ഉപയോഗിക്കാറില്ല. ഏകദേശം ഒരു 3 വർഷമായി ഞാൻ പൊട്ട് ഉപേക്ഷിച്ചിട്ട്. അതിന് മുന്നേ വരെയൊക്കെ ഞാൻ പൊട്ട് വയ്ക്കുമായിരുന്നു. അതിന് ശേഷം ഞാൻ ആലോചിക്കുന്നത് എൻ്റെ അമ്മയുടെ തൈലം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ എനിക്ക് പൊട്ടിൻ്റെ ആവശ്യമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ ഈ യാത്രയിൽ എവിടെ പോയാലും, അടുത്ത് ഉള്ള സ്ഥലങ്ങളിൽ പോയാൽ പോലും ഞാൻ ഉടമ്പടി തൈലം ഇടാതെ ഇറങ്ങി പോവാറില്ല. അങ്ങനെ ഞാൻ VFCയിൽ കയറുന്നതിന് മുന്നേ സൈഡിൽ ഒരു ചെടിയുണ്ട്. ആരും ചവിട്ടാത്തടുത്ത് ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ കഴിക്കുകയും ചെയ്തു. എൻ്റെ അകത്ത് കയറി ഞാൻ ഒരുപാട് ടെൻഷനോടാണ് ഇൻ്റർവ്യൂവിന് കയറിയതെങ്കിൽ പോലും ഞാൻ ടെൻഷൻ അടിച്ചതിൻ്റെ ഒരു 0% പോലും എനിക്ക് അവിടെ യാതൊരു പ്രശ്നങ്ങളും എനിക്ക് നേരിടേണ്ടി വന്നില്ല. അവിടെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനിരുന്ന ആൾ പോലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ചിരിച്ച് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ജസ്റ്റ് 2-3 ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഓക്കെ പോയിക്കോ, വിസ അടിച്ച് പാസ്പോർട്ട് വരുമെന്ന് മാത്രം പറഞ്ഞു. ഞാനങ്ങനെ വീട്ടിൽ വന്ന് മാതാവിനോട് എല്ലാവരോടും വിളിച്ച് ഇൻ്റർവ്യൂ പാസ്സായതിന് മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറഞ്ഞ് ഇങ്ങനെ നിന്ന്. അങ്ങനെ മെയ് 12 ആയപ്പം ഞാനിവിടെ വന്ന് വീണ്ടും 6ാമത്തെ ഉടമ്പടി പുതുക്കി. 6ാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അവിടുന്ന് ആ ആൻറ്റി പറഞ്ഞത് 60 ദിവസമാകും എങ്കിലും ആകും വിസ വരാനാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 60 ദിവസം ആകുന്നത് മെയ് 27-നാണ്. അമ്മ എനിക്ക് അതിനുള്ള മെയ് 27-നാണ് അമ്മ എനിക്ക് വിസ അടിച്ച് നൽകണമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് നിയോഗം എല്ലാം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങി കുമ്പസാരിച്ചതിന് ശേഷം ഞാൻ വന്ന് വണക്കമാസത്തിന് എഴുതിച്ച്. വണക്കമാസത്തിന് ഞാൻ എഴുതിയ ഡേറ്റ് 27-ആണ്. പക്ഷേ എനിക്ക് ഇവിടുന്ന് അവിടെ ഇരുന്ന ആൻറ്റി ആൻറ്റി അല്ല, അത് മാതാവാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. എനിക്ക് 14 ഡേറ്റ് ഇട്ട് എന്നെ വിട്ടു. ഞാൻ വീട്ടിൽ ചെന്ന് രസീത് നോക്കിയപ്പം 14. ഞാൻ ആലോചിക്കുക, ഞാൻ ഇട്ട ഡേറ്റ് അല്ലല്ലോ ഈ വന്നേന്ന്. അന്നേരം ഞാനിങ്ങനെ പിറ്റേന്ന് രാവിലെ 13-ാം തീയതി രാവിലെ അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറയുന്നു. എന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, എൻ്റെ കാര്യം എന്താ അച്ഛൻ ഇങ്ങനെ പറയാത്തതെന്ന് ഞാൻ ചിന്തിച്ച് തീരും മുന്നേ അച്ഛൻ പറഞ്ഞ്, അങ്ങനെ ചിന്തിക്കുന്നവരുടെ ഉത്തരവായിട്ട് 7 ദിവസത്തിനകം അതിനുള്ള ഉത്തരം കിട്ടിയിരിക്കുമെന്ന്. പക്ഷേ 7 ദിവസമൊന്നും എടുത്തില്ല. മെയ് 14 ഉച്ച കഴിഞ്ഞ് ഒരു 4 മണിയാകുന്ന സമയത്ത് എൻ്റെ ഏജൻറ്റ് എന്നെ വിളിച്ചിട്ട് ആൻറ്റി എന്നോട് പറയുന്നു, നീ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടവളാണ്, ഈശോയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുഞ്ഞാണ് നീ. അല്ലെങ്കിൽ ഇങ്ങനൊരു അത്ഭുതം ഒരിക്കലും നടക്കത്തില്ല. കാരണം നിനക്ക് മുന്നേ വിസ വെച്ച ഒരാട പോലും പാസ്പോർട്ടിൽ വിസ അടിച്ച് ഇതുവരെ വന്നിട്ടില്ല. ഫസ്റ്റ് നിൻ്റെതാണ് വന്നിരിക്കുന്നത്. കറക്റ്റ് 45 ദിവസം തികഞ്ഞ ദിവസം എൻ്റേത് വന്ന്. 60 ദിവസമാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് മാതാവ് കറക്റ്റ് 45 ദിവസം തികഞ്ഞത് 13-ാം തീയതി 14-ാം തീയതി വിസ അടിച്ച് വന്ന് 14-ാം തീയതി ഞാൻ അറിയുന്നത് എൻ്റെ പാസ്പോർട്ടിൽ വിസ അടിച്ചെന്ന്. എങ്ങനെ ഞാൻ കരയണോ, മാതാവിൻ്റെ അടുത്ത് എന്തോ പറയണമെന്ന് പോലും അറിയാതെ ഞാനിങ്ങനെ ഈശോയെയും മാതാവിനെയും നോക്കി നിൽക്കുക. ഇതിനുള്ള യോഗ്യത എനിക്കില്ലെന്നറിയാം. കാരണം ഞാൻ പ്രത്യേകിച്ച് ഒരു ട്രേഡും പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ വെച്ചതൊന്നും അതിൻ്റെതായ ഒരു ഇതിലല്ല. വിദേശത്ത് പോകണമെന്ന് മാത്രമേ ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടുള്ളൂ. മാതാവ് എനിക്ക് മെയ് 14-ന് എൻ്റെ പാസ്പോർട്ടിൽ വിസ അടിച്ച് തന്ന്. ഞാൻ ഇവിടുന്ന് അതിന് ശേഷം ഞാൻ ജൂൺ 3-ാം തീയതി ഇവിടെ വന്ന് പത്രമെല്ലാം മേടിച്ച് ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ വണ്ടി ഇരുന്ന് ജപമാല പഠിക്കുകയായിരുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ എനിക്ക് എന്നാ പോകാൻ പറ്റുന്നേ? ഇപ്പം തന്നെ 1 മാസം ആവാറായി വിസ അടിച്ചിട്ട്. ആകെ 3 മാസം, ഓഗസ്റ്റ് 8 വരെ സമയമുള്ളൂ. എനിക്ക് എന്നാ പോകാൻ പറ്റുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ട് ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്. കായംകുളം എത്തിയപ്പം ഞാൻ ആകാശത്തോട്ട് ഇങ്ങനെ നോക്കിയപ്പം ആദ്യം 7 എന്നൊരു സംഖ്യ തെളിഞ്ഞു വന്ന്. കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും 23 എന്ന സംഖ്യ തെളിഞ്ഞു വന്ന്. ഞാൻ മാതാവിനോട് ചോദിച്ചു, ഇതെന്താണ് മാതാവ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എൻ്റെ കൂടെ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയെ വിളിച്ച് കാണിച്ചു. ചേച്ചിയും പറഞ്ഞു, ശരിയാ, അത് 7:23 ആണെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് പത്രം മേടിച്ച് മാതാവിനോട് ഒത്തിരി നേരം ഇവിടുന്ന് ജപമാലയൊക്കെ ചൊല്ലി ഞാൻ വീട്ടിൽ പോയി. ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞു പോയി. ഞാൻ 7-ാം തീയതി ഈ 7 കണ്ടപ്പോൾ ഞാൻ കരുതി ഇനി 7-ാം തീയതിയോ അല്ലെങ്കിൽ 17-ാം തീയതിയൊക്കെ എന്തെങ്കിലും അത്ഭുതം നടക്കാനായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചത്.
പക്ഷേ അല്ലായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഞാൻ പാസ്പോർട്ട് തുറന്ന് ഞാൻ നോക്കിയപ്പം അമ്മ തന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് 7ാമത്തെ പേജിൽ എനിക്ക് വിസ അടിച്ചു തന്നു. അതിനെ എങ്ങനെ നന്ദി പറഞ്ഞാൽ തീരുമെന്ന് എനിക്കറിയത്തില്ല. നന്ദി പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. അത് കഴിഞ്ഞ് ഞാൻ 23 ചോദിച്ചതിന് എന്താണെന്ന് ചോദിച്ചതിനുള്ള ഉത്തരവാണ് ഞാൻ 23-ാം തീയതി ഇവിടുന്ന് പോവുകയാണ് ഇറ്റലിക്ക്. അത് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എനിക്ക് ഈ വിസയും പിടിച്ച് ഇവിടെ നിൽക്കാൻ യോഗ്യത ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് അമ്മ തന്ന അനുഗ്രഹമാണ്. എനിക്ക് വിദേശത്ത് പോകണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അമ്മയോട്. എവിടെ പോകണമെന്നും ഞാൻ ചോദിച്ചില്ല, എങ്ങോട്ട് പോകണമെന്നും ഞാൻ ചോദിച്ചില്ല. എല്ലാം അമ്മ തന്നെ. എനിക്ക് 6 മാസം, എനിക്ക് തോന്നുന്നു 6 മാസം ആയില്ല അമ്മ എൻ്റെ കയ്യിൽ പാസ്പോർട്ടിൽ വിസ അടിച്ച് എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ ഇന്ന് ഈ ആൾക്കാരെ സാക്ഷ്യം പറയാൻ അത് ഈ തിരിക്കാത്ത 9 കാണിച്ചപ്പോൾ ഞാൻ ആലോചിച്ചത് എന്തോ 9 കാണിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച്. ഇന്ന് 19 ഡേറ്റ്. ഇന്ന് സാക്ഷ്യം പറയാനാ മാതാവ് എന്നെ അനുഗ്രഹിച്ചത്. ഇതുകൂടാതെ എനിക്ക് എനിക്ക് വിസ തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ ഈ സമയം അർപ്പിക്കുന്നു. ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിലെല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ മാതാവ് ജപമാല പഠിക്കുന്ന സമയത്തായാലും എനിക്ക് സുഗന്ധാഭിഷേകം തന്ന്. ഇപ്പം ഞാൻ ആരാധന നടത്തി മേളിൽ പോയി ബൈബിള് വായിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഭയങ്കര സുഗന്ധാഭിഷേകം. ഞാൻ അവിടെ നോക്കുക, ഈ മുല്ലപ്പൂ എവിടെ കിടക്കുന്നത്, എനിക്ക് ഇത്രയും മണം ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അവിടെ ഒരു മുല്ലപ്പൂ പോലും ഞാൻ കണ്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര മണം, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, നല്ല മണം എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഈ സാക്ഷി എഴുതുന്ന സമയത്തെല്ലാം മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഇന്ന് വരുന്ന വഴിക്ക് ഞാൻ മാതാവിനോട് എപ്പോഴും കണ്ണടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തോട് ഞാൻ മാതാവിനോട് ചോദിക്കും, നീ കൃപാസനത്തിലുള്ള ഈ രൂപക്കുട്ടി ഇരിക്കുന്ന കണക്ക് സങ്കല്പിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ കണ്ണടയ്ക്കുമ്പം പക്ഷേ ഇവിടെ കാണത്തില്ല. അത് ഞാൻ മാതാവിനോട് ചോദിക്കും, നീ കൃപാസനത്തിലില്ലേ, നീ ഇതെവിടെ ഇപ്പോഴും യാത്ര ചെയ്യുന്നതെന്ന് ഞാൻ എപ്പോഴും ചോദിക്കും മാതാവിനോട്. അന്നേരം ഞാനിങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥന പഠിച്ചൊന്ന് മയങ്ങിപ്പോയപ്പം പെട്ടെന്ന് രൂപക്കുട്ടി മാതാവുണ്ട്. മാതാവിൻ്റെ കൂടെ മാതാവിൻ്റെ അതേ കളറിൽ ഈശോയും ഉണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പെട്ടെന്ന് ഞെട്ടിയിട്ട് ഞാൻ വിചാരിച്ച് എനിക്ക് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും കണ്ണടച്ചിട്ട് ഞാൻ ചോദിച്ചു, എനിക്ക് തോന്നിയതാണോ എന്ന് വെച്ചപ്പം വീണ്ടും എനിക്ക് അങ്ങനെ തന്നെ കാണിച്ചു തന്നു മാതാവ്. അന്നേരം എനിക്ക് മനസ്സിലായി ഇപ്പോഴും ഈ യാത്രയിലുടനീളം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ രോഗസൗഖ്യമായിട്ട് എനിക്ക് ഈ വലത്തെ താടിയെല്ലിന് തേയ്മാനം ഉണ്ടായിരുന്നു. എനിക്ക് ഈ കട്ടിയുള്ള ഒരു സാധനങ്ങളും കടിക്കാൻ പറ്റത്തില്ലായിരുന്നു. അത് കടിച്ച ഉടനെ ആ ഭാഗം മൊത്തം നീര് കെട്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്, കിടക്കാൻ പറ്റത്തില്ല, വേദന. പക്ഷേ ഏകദേശം ഒരു 2 മാസത്തോളം ആകുന്ന മേളിലായി. 2-3 മാസം എന്ന് പറയാം, അത്രയായി. എനിക്ക് ഇപ്പം യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല, എന്ത് കഴിച്ചാലും എനിക്ക് വേദനയില്ല. അതുപോലെ തന്നെ എനിക്ക് എല്ലാ മാസവും എനിക്ക് കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതും ഇതുപോലെ ഒരു 3 മാസമായിട്ട് എനിക്ക് ഒരു ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. കഫക്കെട്ടിൻ്റെ പ്രശ്നം ഇപ്പോൾ എനിക്ക് വരാറില്ല. അലർജിയുടെ അസുഖം എനിക്ക് എൻ്റെ മാതാവ് അതും എനിക്ക് മാറ്റി തന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പത്രം മേടിച്ച് ക്രൈസ്തവർക്കല്ല, കൂടുതലും ഞാൻ അക്രൈസ്തവർക്ക് തന്നെയാണ് ഞാൻ നടന്നുപോയി എല്ലായിടത്തും കൊടുക്കും. ഞാൻ പള്ളികളിൽ അധികം കൊടുക്കാറില്ല. കൊടുക്കുമെങ്കിൽ പോലും അധികം അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും പത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഞാനും കൂടെ എന്തിനാണ് നിന്ന് കൊടുക്കുന്നത്, ഞാനിനി എൻ്റെ സ്ഥലത്ത് അക്രൈസ്തവരായ ആൾക്കാർക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് എനിക്ക് എവിടം വരെ പത്രമായിട്ട് പോകാൻ പറ്റുന്നോ അത്രയും സ്ഥലത്ത് പോയി ഞാൻ പത്രം കൊടുക്കാറുണ്ട്. എന്നോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥന എപ്പോഴും മാതാവിനോട് നിയോഗം വെച്ച് സമർപ്പിച്ച് രാവിലത്തെ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ജോലിയില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ സാലറിയിൽ നിന്നായാലും എന്നാൽ കഴിയുന്ന ഒരു തുച്ഛമായ തുകയായാലും ഞാനത് എത്തേണ്ട കാര്യങ്ങളിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതിനിതുവരെ എനിക്കൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഞാൻ 100 കൊടുക്കുമ്പോൾ മാതാവ് എനിക്ക് തിരിച്ച് 1000 എൻ്റെ കൈ വെച്ച് തരുന്ന ഒരവസ്ഥ എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതിന് കാരണം ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ ഈ ജപമാല കൂടെ കൊണ്ട് ഞാൻ പേഴ്സിൽ കാണും. എൻ്റെ പേഴ്സിൽ 1 രൂപ പോലും കുറഞ്ഞ് എൻ്റെ കയ്യിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എപ്പോഴും പൈസ നിറച്ച് എൻ്റെ പേഴ്സിൽ കാണും. ഞാൻ ആർക്ക് കൊടുക്കാനായാലും എൻ്റെ കയ്യിലുണ്ടോ എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. എനിക്ക് നാളെ ഇത് എന്താണ് ആവശ്യമെന്ന് പോലും ഞാൻ ചിന്തിക്കാറില്ല.
ദൈവത്തിന് അത് ഞാൻ ആർക്കായാലും അർഹതപ്പെട്ട കരങ്ങളിൽ ഞാൻ എത്തിക്കാറുണ്ട്. ഇത്രയും നല്ല ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ദൈവകുമാരനും കോടാനുകോടി നന്ദിയുടെ നറുമലറുകൾ അമ്മയുടെ തിരുക്കുമാരനും പാദാന്തിക്കത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇതുപോലെ സാക്ഷ്യം പറയാൻ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ.